കുഞ്ഞോളെ ഒരു കാര്യം പറയട്ടെ. എന്താ വീട്ടിൽ പോണ കാര്യം? വീട്ടിൽ പോണ കാര്യം തന്നെയാണ്. പക്ഷെ പോയാ പോരാ. പിന്നെ എന്റെ പനോടെ ആ സ്വർണത്തിന്റെ കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കണം. അത് ശരി, അങ്ങനെ വരട്ടെ. അല്ല, ഇത് ആരോപദേശ? ഉമ്മാന്റെ ആവും അല്ലേ? നോക്ക്, എന്നോട് വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറയണ്ട കേട്ടോ. അതിന് നിങ്ങളെന്താ ദേഷ്യപ്പെടുന്നത്? ഇങ്ങളെ തലയിൽ ബുദ്ധി വെക്കൂലെന്നേ എനിക്ക് നല്ലോണം അറിയൂലേ. അല്ലെങ്കിൽ 1-2 ദിവസമായിട്ടേ ഉമ്മാക്ക് ഈ സ്വർണം കിട്ടായിട്ട് വെപ്രാളം കൊണ്ട് നടക്കുക. അത് എനിക്കറിയുന്ന കാര്യല്ലേ. അല്ലേ ഉമ്മ ചോദിച്ചിരിപ്പോ എന്തത്ര തെറ്റ്? മാസത്രങ്ങനെ എന്റെ പെരക്കര സ്വർണം കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലേ എന്റെ ബാപ്പാക്ക് അത് കൊണ്ട് തരാതെ നിച്ചുണ്ട്. അതിനെ ഉമ്മയും മോനും ബേജാറാവണ്ട. എന്നാ പോരെ. എടാ, ഞാൻ പറഞ്ഞ പോലൊക്കെ ജോളോട് പറഞ്ഞോ? പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പൊ സംഗതി നടക്കൂലേ? വേഗം എടുത്ത് തരണ്ടാകും അല്ലേ? എനിക്കിപ്പോ അത്ര വിശ്വാസമൊന്നുമില്ല. ഞാനത് പറഞ്ഞപ്പോ ദേഷ്യപ്പെട്ടാ പോയത്. എന്നോട് ഞാൻ അങ്ങനെ പറയാനാ പൊട്ടാ പറഞ്ഞത്? ദേഷ്യപ്പെടുത്തി വിട്ടാലേ സാധനം കജ്ജി കിട്ടൂലട്ടോ. കിട്ടിയില്ലെങ്കിൽ വേണ്ട. ഞാൻ പോണ സ്വർണം കണ്ടുന്നല്ലേ കെട്ടിയത്. ഇങ്ങനൊരു വിവരല്ലാതെ പോയല്ലോ എനിക്ക്. നിങ്ങൾ ആരെ മുതലും വേണ്ട. അനക്ക് വേണമെങ്കിൽ മതി. എനിക്കേ ഇപ്പോഴതൊന്നും പറഞ്ഞാൽ മനസ്സിലാകൂല. എനിക്ക് മനസ്സിലാകുന്ന ഒരു നേരം വരും. അപ്പം ഇജ്ജ് മേപ്പിട്ട് നോക്കുമ്പോൾ കാണാം. അപ്പം എനിക്ക് ഇമ്മ പറഞ്ഞതിൻ്റെ വില മനസ്സിലാക്കും കേട്ടോ. ഇപ്പം ഇജ്ജ് ഇവിടെ കടന്ന മേപ്പിട്ട് നോക്കി പറഞ്ഞിട്ട് എന്താ? സുമയ്യ, എടി സുമയ്യ, എന്തമ്മ എന്താടി വിളിച്ചിറങ്ങിയത്? അത്ര താമസം എന്താടി? എന്താന്ന് പറഞ്ഞാല് രാജകുമാരി ഇങ്ങോട്ട് എഴുന്നള്ളുള്ളൂ. ഇന്ന് വിളിച്ച കാര്യം പറയുമ്മ. എന്താടി ഇത്ര സൗകര്യം എനിക്ക്? ഇജയ് എന്റെ ഇളച്ചിനെ കണ്ടാണ്ട് വാല് പൊന്തിക്കാൻ നിക്കാണ്ടാട്ടോ. ഓളെ 50 പവനും 50,000 ഉറുപ്പ്യം കൊണ്ടാ വന്നിക്കണത്. ഇജോ എന്റെ പൊന്നുമോള് എന്തും കൊണ്ടാ കേറി വന്നിക്കണത്? ഇമ്മക്കിപ്പ എന്താ വേണ്ടത്? ഇത് പറയാനാ വിളിച്ചത്? ഇത് കൊറേ കേട്ടതാ. കൊല്ലം കൊറേ ആയില്ലമ്മ. നിക്കടെ. വിളിച്ചെന്നീന്ന്? വിളിച്ചേന്നു. അത് ശരി. എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം അവനോട് പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. അതെന്തേ? അനക്ക് പറയാൻ പറ്റൂലേ? എന്നാ ഫോണ് കാട്ടിക്ക. ഞാൻ പറഞ്ഞോണ്ട്. അനക്ക് പറയാൻ പറ്റൂല, ഞാൻ പറഞ്ഞോണ്ട്. ഇങ്ങോട്ട് കൊണ്ടാ. ഇമ്മ, ഓൽക്ക് ഒരാഴ്ചയിൽ മേലെ റൂമിൽ ഇരിക്കാൻ നിമ്മക്ക് അറിയില്ലേ? ഇനി അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ പൈസ ചോദിച്ച് ഇടങ്ങാറാക്കുന്നത് ശരിയാണോ? അതുകൊണ്ടാ ഞാൻ പറയാഞ്ഞത്. ഇപ്പൊ പറയണ്ടമ്മ. അന്നോടിപ്പൊ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. എന്റെ പൂമോക്ക് കുറച്ച് പൈസക്ക് അത്യാവശ്യം വന്നിട്ട് 3-4 ദിവസമായി വിളിച്ച് ചോദിക്കണേ. ഓനോടല്ലാതെ പിന്നെ ആരോടാ ഞാൻ ചോദിക്കേണ്ടത്? ഇജാ ഫോണിൽ ഓന്റെ നമ്പർ വിളിച്ചോണ്ട് കാട്ടിക്ക. ഞാൻ വിളിച്ച് ചോദിച്ചോണ്ട്. അതിന് എന്റെ സമ്മതമൊന്നും വേണ്ട. ഈ അവസ്ഥയിൽ ചോദിക്കണ്ടെന്നല്ല ഇമ്മ ഞാൻ പറഞ്ഞത്. തൽക്കാലം ഓനോട് ചോദിച്ചൂടെ? ഇന്ന ഭരണം പഠിപ്പിച്ചാൽ നിൽക്കണ്ട. ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്.
എന്റെ കുട്ടിയെ 2 ദിവസമായി ഇവിടുന്ന് പടി പുറത്തിറങ്ങിയിട്ട് ഒരു പണിയില്ലാതെ നിൽക്കണേ. പിന്നെ ഓനോടെ എവിടുന്നാ പൈസ ഉണ്ടാക്കണേ ഞാന്? ഞാൻ ഓനെ അന്യ നാട്ടിക്ക് പണിക്ക് വിട്ടത് എന്തിനാന്ന് അറിയാം എനിക്ക്? ഇന്നെ എന്റെ കുട്ടികളെയും കാര്യങ്ങൾ നോക്കാനാണ്. ഞങ്ങളെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതിനെ അന്റെ സമ്മതം ഇവിടെ ആർക്കും ആവശ്യമല്ല, മനസ്സിലായോ? പിന്നെ അന്റെ കാര്യങ്ങൾ ഇവിടെ നടന്നു പോണില്ലേ? പിന്നെ കുട്ടികളും മക്കളും ഉള്ളവർക്കൊക്കെ ഉള്ളു കൂടുതൽ ചെലവുള്ളത്. അത് പിന്നെ അന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഇതുവരെ ഓൻ തന്നെയാണ് ഈ വരത്തെ ഫുള്ള് കാര്യങ്ങൾ നോക്കിയത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. അതിന് ഇജ്ജ് കണക്കും കാര്യങ്ങളും പറഞ്ഞു നോക്കണ്ട ഒരു കാര്യമല്ല. സുമയ്യ, അന്റെ തുറക്കല് കഴിഞ്ഞോ? ജയ് പീടെ പോയി കണ്ട് കുറച്ച് മീൻ കൊണ്ടു നിർത്താ കുഞ്ഞോക്ക്. ഓക്ക് മീൻ തിന്നണോലോ. എന്റെ കാലുകൊണ്ട് ഇത് നടക്കാൻ തന്നെ വജ്ജ. എന്നാ ചെല്ലി. അതുമ്മാ ഇപ്പൊ തന്നെ പോണോ? ഓല് വിളിക്കണ നേരല്ലേ, അത് കഴിഞ്ഞിട്ട് പോകാം. അതെന്താടി? ഓ വിളിക്കുമ്പോ എന്താ ഞാൻ എടുത്താ പറ്റൂലേ? ഞാൻ ഓന്റെ ഇമ്മല്ലേ. ആ അത് ഞാൻ ഓ വിളിക്കുമ്പോ എന്തായാലും പറഞ്ഞോണ്ട്. എന്നാ ഇജ്ജ് പോയി ഇങ്ങോട്ട് വാങ്ങിക്കൊടുന്നാ ചെല്ലേ. എന്തിനാ ഈ നടക്കുന്നിടത്തൊക്കെ ഈ ഫോണും കൊണ്ട് നടക്കണത്? ഒന്നാമതേ ഗൾഫുകാരന്റെ ഭാര്യ എന്നുള്ള പേരും മനുഷ്യന്മാർക്ക് ഓരോന്ന് പേരിട്ട് വിളിക്കാൻ എളുപ്പമാണ്. വെറുതെ പറയിപ്പിക്കാൻ നിൽക്കണ്ട. ഫോൺ അവിടെ നോട്ടെ, ഇജ്ജ് പോയി വാ. ഹലോ, ആ അമ്മൂട്ടിക്ക് സുഖല്ലേ? ആ എന്താ വർത്താനം? ഇമ്മക്ക് കൊഴപ്പൊന്നുമില്ലടാ. എന്ന് ഓരോ വേദനയായിട്ട് ഇങ്ങനെ കജ്ജണേ. ആ ഓളിപ്പം ഇവിടെ ഉണ്ടേന്നേ. ഓള് ചെങ്ങാഴ്ചാളെ അടുത്തേക്ക് എന്തോ മുണ്ടിയും പറഞ്ഞു നിക്കട്ടെ എന്നിട്ട് പോയതാണേ. ഇപ്പൊ ഇവിടെ ഉണ്ടേന്നു. ആ ഒരു പണിയില്ല. ഇമ്മ ഓലെ കൊണ്ടൊക്കെ പിന്നെ പണി എടുപ്പിച്ചു. അനക്കറിയില്ല ഇമ്മാനെ. ആ കുഞ്ഞോളും ഉണ്ട് അവിടെ. ആ ആ ഞാൻ ഓള് വരുമ്പാട് വിളിച്ചാൻ പറയാന്നെ ട്ടാ. ആ ആയിക്കോട്ടെ. ഉമ്മാന്റെ കുഴപ്പമൊന്നുമില്ലല്ലോ. ആ അത് കേട്ടാ മതി. ഓളെ വിളിച്ചണോ? ആ ഓള് കുറച്ചേരം അവിടെ വർത്താനം പറഞ്ഞു നിന്നോട്ടെ. ആ ആയിക്കോട്ടെ കേട്ടോ. ആ ആ ശരി ശരി, എന്നാ വെച്ചളാ. ആ ആ കെട്ടിയോളെ സുഖവിവരം മാത്രം അറിഞ്ഞാ മതി. ഒക്കെ വിവരം ഇവിടുത്തെ വള്ളി പുള്ളി വിടാതെ പറഞ്ഞു കൊടുക്കല്ലേ.